രക്ഷ എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെ പറയാം. പാപം വഴി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെല്ലാം നീക്കിക്കളയുന്നതും പാപം വഴി എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ തിരിച്ചു തരുന്നതുമാണ് രക്ഷ. രക്ഷ എന്നതിൻ്റെ ചുരുക്കം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാപം വഴി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അത് നീക്കിക്കളയണം. പാപം വഴി എനിക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ തിരിച്ചു തരണം. ഇതാണ് രക്ഷ. ഹല്ലേലൂയ. എന്തെല്ലാം കാര്യങ്ങളാണ് പാപം വഴി എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത്? നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പാപം വഴി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, അതും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ കാഴ്ചപ്പാടിലല്ല, എൻ്റെ കാഴ്ചപ്പാടിലല്ല, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ. അതായത് ദൈവം മനുഷ്യനെയാണല്ലോ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇതുപോലെ മനുഷ്യൻ നശ്വരനായി വേദന അനുഭവിച്ച് ദുഃഖിച്ച് പീഡനം അനുഭവിച്ച് ഇങ്ങനെ കോഴക്കിണറിൽ വീണ കുട്ടിക്ക് കടന്നു വരെ രക്ഷിക്കാൻ പറ്റാത്ത വണ്ണം കിടക്കുന്ന രീതിയിൽ, അങ്ങനെ രോഗിയായി കുഞ്ഞുങ്ങൾ മരിക്കുന്ന രീതിയിൽ സൃഷ്ടിക്കണമെന്ന് ദൈവം സ്വപ്നം കാണോ? ഇല്ല. ദൈവത്തെ പറ്റി പറയുന്നത് ഇങ്ങനെ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. അപ്പൊ ദൈവം സൃഷ്ടിക്കുന്ന പൂർണ്ണതയില്ല. അപ്പൊ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല. ശരിക്കും ദൈവത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മനുഷ്യൻ മറ്റൊരു മനുഷ്യനാണ്. പാപം കടന്നു വന്നപ്പോൾ നമ്മൾ ഈ കോലത്തിലെത്തി. അതാണ് സംഭവം. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ സൃഷ്ടിച്ച മനുഷ്യനിൽ നിന്ന് ഇപ്പോൾ നാം ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിലേക്കുള്ള മാറ്റത്തിനിടയിൽ എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിന് ബൈബിൾ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഹല്ലേലൂയ. അപ്പൊ ഏദൻ തോട്ടത്തിലെ ആദത്തിനും ഹവ്വയ്ക്കും എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ ആ നഷ്ടങ്ങളാണ് നമ്മുടെ നഷ്ടങ്ങൾ. ഒന്നാമത്തെ നഷ്ടം എടുക്കാൻ പോവാണ്. ഒന്നാമത്തെ നഷ്ടം, അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. നന്മതിന്മയുള്ള വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ചു. ഒന്നാമത്തെ നഷ്ടം, അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അത്തിയിലകൾ കൂട്ടി തുന്നി അവർ അരക്കച്ചി ഉണ്ടാക്കി. അപ്പൊ അതിനു മുമ്പ് അവർ നഗ്നരായിരുന്നില്ലേ? നഗ്നരായിരുന്നു. പക്ഷെ അവർക്ക് നഗ്നത തോന്നിയിരുന്നില്ല, ലജ്ജ തോന്നിയിരുന്നില്ല. ഇങ്ങനെ പറയുന്നു ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിലെ 25-ാം വാക്യത്തിലെ, പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഇതാണ് മാറ്റം. എന്താ തോന്നത്തിന് കാരണം? അവരുടെ മേൽ വിശുദ്ധിയുടെ ഒരു വസ്ത്രം ഉണ്ടായിരുന്നു. അവർ വിശുദ്ധരായിരുന്നു. ഒരു മഹത്വത്തിന്റെ ഒരു തേജസ് ആ മനുഷ്യന് ചുറ്റും വ്യാപരിച്ചിരുന്നു. പാപമൊന്നും അരികത്തേക്ക് വരികയില്ല. അത്രയും വിശുദ്ധിയിലും മഹത്വത്തിലും അവരിങ്ങനെ നടക്കുക. പാപം കടന്നു വന്നപ്പോൾ ഈ വിശുദ്ധിയുടെ വസ്ത്രം അവർക്ക് വിട്ടുപോയി. ആ തേജസ് അവരെ വിട്ടുപോയി. ഒന്നാമത്തെ നഷ്ടം വിശുദ്ധിയുടെ വസ്ത്രം. ഇനി രണ്ടാമതൊരു നഷ്ടം അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. എന്താണ്? അവരോട് ദൈവം പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കുന്ന നിമിഷം നീ മരിക്കും. ദൈവം എങ്ങനെയാ ആദത്തിനെ ഹവ്വയെ സൃഷ്ടിച്ചത്? ദൈവം ആദിനെ ഹവ്വയെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും. ദൈവം എങ്ങനെയാണോ അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം എങ്ങനെയാണോ അങ്ങനെ തന്നെ. ദൈവം എങ്ങനെയാ? പരിശുദ്ധ തൃത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മനുഷ്യൻ എങ്ങനെയാ? ഇതേപോലെ തൃത്വത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആത്മാവ്, ശരീരം,
മൂന്നാമത്തെ ആളുടെ പേര് പരിശുദ്ധാത്മാവ്. ദൈവം എങ്ങനെയാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മനുഷ്യൻ എങ്ങനെയാ? ആത്മാവ്, ശരീരം, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് കോമൺ ഫാക്ടർ. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള കോമൺ ഫാക്ടർ എന്താണ്? പരിശുദ്ധാത്മാവാ. പാപം കടന്നു വന്നപ്പോൾ മനുഷ്യൻ എന്ന് പറയുകയാണ്, ദൈവം മനുഷ്യനെ ശിക്ഷിച്ചു പിന്നീട് പറഞ്ഞത്, മണ്ണുകൊണ്ട് മെനഞ്ഞ് അവന്റെ നാസാരന്തരങ്ങളിലേക്ക് ഊതി. അപ്പോൾ അവൻ ജീവനുള്ളതായി തീർന്നു. ഈ ജീവൻ പറയുന്ന പേര് ദൈവിക ജീവൻ. എന്താ പറയുന്ന പേര്? ഇത് മനസ്സിൽ കുറിച്ചേക്കണം. ദൈവിക ജീവൻ. പുതിയ നിയമത്തിലെ ആ പദത്തിന് പറയുന്ന പേര് ഇതാണ്, കൃപാവരം. കൃപ. പഴയ നിയമത്തിൽ തന്നെ ജീവൻ ഉണ്ടായി എന്നാ പറഞ്ഞത്. ദൈവിക ജീവൻ, ഇതാണ് കൃപാവരം. അപ്പോൾ മനുഷ്യന്റെ ഉള്ളില് ശരീരമുണ്ട്, ആത്മാവുണ്ട്. ഈ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആത്മാവ് പരിശുദ്ധാത്മാവുമായി ഒന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ജീവനുള്ളത്, ദൈവിക ജീവനുള്ളതായി മാറും. അതാണ് എൻ്റെ ഒരു റൂട്ട് കിടക്കുന്നത്, ദൈവിക ജീവൻ. പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവിക ജീവൻ ഇങ്ങനെ അനസ്യൂതം മനുഷ്യനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. മനുഷ്യൻ വിശുദ്ധിയുള്ളതായി തീരും. ഇതാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മണ്ണുകൊണ്ട് മെനഞ്ഞു, ജഡം കൊണ്ട് മെനഞ്ഞു. മണ്ണുകൊണ്ട് മെനഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട കളിമണ്ണെടുത്ത് മെനഞ്ഞു എന്നൊന്നും. ചിലപ്പോൾ എങ്ങനെയാ നമ്മുടെ ശരീരം ഉണ്ടായിരുന്നത്, ചിലപ്പോൾ ശാസ്ത്രം പറയുന്നത് പോലെ മെല്ലെ 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 പരിണമിച്ച് അങ്ങനെയായിരിക്കും ദൈവത്തിന്റെ മെനയില്. നമുക്ക് അറിഞ്ഞുകൂടാ. അത് ശാസ്ത്രം കണ്ടുപിടിക്കട്ടെ എങ്ങനെയാണ് മെനഞ്ഞിരുത്തിക്കുന്നത്. പക്ഷെ ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ് മെനഞ്ഞിരിക്കുന്നത് മനുഷ്യനെ, മണ്ണിൽ നിന്ന് നടത്താവാ. അല്ലാതെ മണ്ണ് കുഴച്ച് കൊശവനെ പോലെ കളിമണ്ണ് കൊണ്ട് ഒരു ശരീരം ഉണ്ടാക്കിയിട്ട് അതിന്റെ മൂക്കിൽ കുനിയൊന്നും വിചാരിക്കരുത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം. ദൈവമാണ് മെനയുന്നത്, നമ്മുടെ കാഴ്ചപ്പാടിലല്ല മെനയുന്നത്. എന്തുവന്നാലും ഭൂമിയിൽ നിന്നും മനുഷ്യ ശരീരത്തെ രൂപപ്പെടുത്തി അതിന്റെ നാസാരതലങ്ങളിലേക്ക് ഊതി അവന്റെ ആത്മാവിൽ ദൈവിക ജീവൻ പ്രദാനം ചെയ്തു. പരിശുദ്ധാത്മാവ് ഈ ആത്മാവിൽ വന്ന് നിറഞ്ഞു. പാപം ചെയ്ത നിമിഷം പരിശുദ്ധാത്മാവ് വിട്ടുപോയി, ദൈവിക ജീവൻ വിട്ടുപോയി. അവൻ മരണമുള്ളവനായി തീർന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധത്വം. അതുപോലെ തന്നെ ആത്മാവ്, ശരീരം, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വിട്ടുപോയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും അവന് നഷ്ടപ്പെട്ടു. ദൈവം മൂന്നും കൂടി ഒന്നാണ്, മനുഷ്യൻ ഇപ്പോ രണ്ടും കൂടിയിട്ടേ ഉള്ളൂ, ഒന്നും കാണാനില്ല. ഒന്നാളെ ആയതാ, ആ മൂന്നാമത്തെ ആളാരാ? മനുഷ്യനിലെ പരിശുദ്ധാത്മാവ്. അത് പോയി. ആ ഒരു ഗ്യാപ്പ് മനുഷ്യന്റെ ഉള്ളിൽ കിടക്ക, ഒരു ഗ്യാപ്പ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഗ്യാപ്പ് ഉള്ളിൽ കിടക്കുക. ഇപ്പൊ ശരീരവും ആത്മാവും ചേർന്നിട്ടേ ഉള്ളൂ മനുഷ്യൻ. പരിശുദ്ധാത്മാവ് വിട്ടുപോയിരിക്കുക. ഇതാണ് മരണം. ദൈവത്തിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയെ പറയുന്ന മരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ഒന്നാമത് നഷ്ടം എന്താ പറഞ്ഞത്? വിശുദ്ധിയുടെ വസ്ത്രം. രണ്ടാമത് നഷ്ടം പരിശുദ്ധാത്മാവ്. ഈ വിട്ടുപോയ ഗ്യാപ്പിലേക്ക് ആര് കയറി വരാം? പിശാചിന് കയറി വരാം. വിട്ടുപോയ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നത്, എനിക്കൊരു കുറവുണ്ട്. ആ കുറവെന്താ? പരിശുദ്ധാത്മാവ്. പക്ഷെ അവൻ അറിഞ്ഞുകൂടാ. അവനെന്ത് ചെയ്യും? പണം ഉണ്ടാക്കാൻ ശ്രമിക്കും. കുറച്ച് പണം ഉണ്ടാക്കി കളയാം, കാശുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ കുറവൊക്കെ വിട്ടുപോകും എന്ന് പറഞ്ഞ് സമ്പത്തിന് പിറകോടും. സമ്പത്ത് കുറെ ഉണ്ടാക്കിയാലും അവന്റെ കുറവ് മാറുമോ? മാറില്ല. പിന്നെ അവൻ എന്ത് ചെയ്യും? എന്നെ 10 പേര് അറിയണം, പ്രശസ്തി വേണം, അതാണ് എന്റെ കുറവ്. പിന്നെ പ്രശസ്തി ഉണ്ടാക്കാൻ ശ്രമിക്കും. പണം കൊടുത്ത് പ്രശസ്തി ഉണ്ടാക്കാൻ ശ്രമിക്കും. പ്രശസ്തി ഉണ്ടായാലും അവന് തൃപ്തിയാവോ? ഇല്ല. പിന്നെന്തിലേക്ക് മാറും? അധികാരം വേണമെന്ന് ആഗ്രഹിക്കും. ഈ 3 കാര്യമുള്ളത്: പണം, പ്രശസ്തി, അധികാരം. ഇതാണ് മനുഷ്യന്റെ ആഗ്രഹം. യഥാർത്ഥത്തിൽ അവന്റെ കുറവ് എന്താണ്? പരിശുദ്ധാത്മാവ്. പക്ഷെ അവൻ വിചാരിക്കുന്നത് എന്താണ് അവന്റെ കുറവ്? പണം, പ്രശസ്തി, അധികാരം. അധികാരം എത്ര കിട്ടിയാലും മതിയാകുമോ? മതിയാവില്ല. അധികാരം എത്ര കിട്ടിയാലും മതിയാവില്ല. മരിക്കാൻ കിടക്കുന്ന നേരത്തും അധികാരം പിടിച്ചിരിക്കും.
അല്ലെ? പണ്ട് കാലത്ത് അമ്മാവന്മാര് താക്കോല് അരയിൽ കിട്ടിയിരിക്കും. ആ താക്കോലുകൊണ്ട് ഒരു പെട്ടി തുറക്കാൻ പറ്റില്ല, എന്നാലും അധികാരത്തിന്റെ താക്കോല് തന്നെ അരയിൽ വേണം. ഹല്ലേലൂയ. അതാണ് അധികാരത്തിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവന്റെ കുറവ് അപ്പോഴെന്താണ്? പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തുവിനുണ്ടായ മരുഭൂമിയിലെ പ്രലോഭനം ഇതാണ്. ഒന്നാമത്തെ പ്രലോഭനം അത് പണത്തിന് വേണ്ടിയുള്ളതാ. കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക, ജഡത്തിനെ തീറ്റുക. രണ്ടാമത്തെ പ്രലോഭനം, നീ ഇതാ ഉന്നത ഗോപുരത്തിന് താഴേക്ക് ചാടുക, അനേകരിതാ കൈയടിക്കും, ഇതാ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു, ദൈവപുത്രൻ ഇറങ്ങി വരുന്നു എന്ന് പറയും. മൂന്നാമത്തെ പ്രലോഭനം എന്താ? ഈ കാണുന്നത് മുഴുവൻ എന്റേതാണ്, നീ എന്നെ പ്രണമിച്ചാൽ ഇതെല്ലാം നിനക്ക് തരും. ഇതാണ് 3 പ്രലോഭനം. പണം, പ്രശസ്തി, അധികാരം, മനുഷ്യന്റെ 3 പ്രലോഭനം. നമ്മുടെ പാപം കിടക്കുന്നത് ഈ 3 കാര്യങ്ങളിലാണ്. ധൂർത്ത്, അഹങ്കാരം, പ്രശസ്തിക്ക് വേണ്ടിയുള്ള മോഹം, എല്ലാം കിടക്കുന്നത് ഈ 3 വിഷയത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ വെറുപ്പിന്റെ അവസ്ഥകൾ ഒക്കെ കിടക്കുന്നത് ഇവിടെയാണ്. സ്വയം ഒന്ന് താഴാൻ തയ്യാറല്ല. അഹങ്കാരത്തിന്റെ, അധികാരത്തിന്റെ മനോഭാവം. അപ്പൊ 2 നഷ്ടം നമ്മൾ കണ്ടെത്തി. ഒന്നാമത്തെ നഷ്ടം വിശുദ്ധ വസ്ത്രം, രണ്ടാമത്തെ നഷ്ടം പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് ജീവന്റെ വൃക്ഷത്തിന്റെ പഴം. ഉൽപ്പത്തി 3:22 ഇപ്രകാരം പറയുക, അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മൾ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാനിടയാകരുത്. കർത്താവ് അവരെ ഏതും തോട്ടത്തിന് പുറത്താക്കി. എന്തുകൊണ്ടാണ് കർത്താവ് അവരെ ഏതും തോട്ടത്തിന് പുറത്താക്കിയത്? ശിക്ഷയായിട്ടാണോ? നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഏതും തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത് ദൈവം കൊടുത്തിരിക്കുന്ന ശിക്ഷയായിട്ടാണ്. നമ്മുടെ കാറ്റഗിസം ബുക്കിലൊക്കെ അങ്ങനെ കാണും. ശിക്ഷയല്ലെന്നേ, മനുഷ്യനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഏതും തോട്ടത്തിന് പുറത്താക്കല്. ഇതാ അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷം പറിച്ചെന്ന്. ഏതും തോട്ടത്തിൽ 2 മരമുണ്ട് നടുക്കില്. നന്മത്തിന്മ വൃക്ഷത്തിന്റെ പഴം, രണ്ടാമത്തെ വൃക്ഷത്തിന്റെ പേര് ജീവന്റെ വൃക്ഷം. അതിന്റെ പഴം തിന്ന് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതിന്റെ പഴം നിന്ന് മരിക്കില്ല, നിത്യം ജീവിക്കും. അങ്ങനെ മരിക്കാതെ നിത്യം ജീവിച്ചാൽ എന്ത് സംഭവിക്കും? അമർത്യനാകും. നോക്കണേ, ദൈവം പരിശുദ്ധനാണ്, അമർത്യനാണ്. ശരിയോ തെറ്റാണോ? ശരി. മാലാഖമാര് വിശുദ്ധനാണ്, അമർത്യനാണ്. ശരിയോ തെറ്റാണോ? ശരി. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് വിശുദ്ധനും അമർത്യനുമായിരുന്നു. പാപം ചെയ്ത് അവർ അമർത്യരായി തീർന്നാൽ മാലാഖയെ പോലെ ആകുമോ അതോ പിശാചിനെ പോലെ ആകുമോ? കാരണം പിശാച് എന്താണ്? പാപിയുമാണ്, അമർത്യനുമാണ്. അപ്പോൾ മനുഷ്യൻ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം തിന്ന് അമർത്യനായി തീർന്നാൽ ദൈവത്തെ പോലെയാകുമോ പിശാചിനെ പോലെയാകുമോ? പിശാചിനെ പോലെയാകും. പിന്നെ അവരെ രക്ഷിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ആ അമർത്യനാണ്. അങ്ങനെ അമർത്യനാകാതിരിക്കേണ്ടതിനാണ് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമുക്കൊരു നഷ്ടമുണ്ട്. അമർത്യതയുടെ പഴം അതൊരു നഷ്ടമാണ്. ജീവന്റെ വൃക്ഷത്തിന്റെ പഴം. മൂന്നാമത്തെ നഷ്ടം ജീവന്റെ വൃക്ഷത്തിന്റെ പഴം. ഇനി 4ാമത്തെ നഷ്ടം പറയുക. 4ാമത്തെ നഷ്ടം ഇതാണ്. പാപം ചെയ്യുന്നതിന് മുമ്പ് ആദത്തിന് ഹവ്വയെ കണ്ടപ്പോൾ ആദം എന്തു പറഞ്ഞു? ഇതാ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസം. പാപം ചെയ്തതിന് ശേഷം ഹവ്വയെ നോക്കി ആദം എന്ത് പറഞ്ഞു ദൈവത്തോട്? നീ എനിക്ക് കൂട്ടിനുള്ള സ്ത്രീ എന്നെ ചതിച്ചു, ഞാൻ തിന്നു. പ്രൈസ് ദി ലോർഡ്. അതുവരെ ആദം ഹവ്വയും എന്താണ്? അസ്ഥിയും മാംസത്തിന്റെ മാംസമായിരുന്നു, ഒറ്റ കെട്ടായിരുന്നേ. പാപം ചെയ്ത നിമിഷം അവിടെ എന്ത് സംഭവിച്ചു? നീ എനിക്ക് കൂട്ടിരുന്ന സ്ത്രീയായി മാറി. ഞാനല്ല. അതുവരെ എന്താ എന്റെ ശരീരം എന്നാ പറഞ്ഞത്?
എൻ്റെ മാംസം എന്ന് പറഞ്ഞത് അത് മാറി. കൂട്ടിലെന്ന സ്ത്രീ എന്നെ പറ്റിച്ചു, ഞാൻ തിന്നു. അതായത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചു. ഇതാണ് നാലാമത്തെ നഷ്ടം. ഇത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രമല്ല, സഹോദരങ്ങൾ തമ്മിലുള്ള വിള്ളൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വിള്ളൽ, മക്കളും കുടുംബവും തൊട്ടടുത്തുള്ള അയൽവാസികൾ തമ്മിലുള്ള വിള്ളൽ, മിത്രങ്ങൾ തമ്മിലുള്ള വിള്ളൽ, ശത്രുത, കലഹം ഒക്കെ കടന്നു വരികയാണ്. പ്രധാനമായും ഒറ്റ ശരീരമായി തീർന്നിരുന്ന ആദം ഹവ്വയും രണ്ടായി മാറി. ഈ 4 നഷ്ടങ്ങളാണ് ഏദൻ തോട്ടത്തിൽ മനുഷ്യന് സംഭവിച്ചത്. യേശു രക്ഷകനാണെങ്കിൽ ഈ 4 സൗഭാഗ്യങ്ങൾ തിരിച്ചു തരണം. വിശുദ്ധിയുടെ വസ്ത്രം നമുക്ക് എപ്പോൾ ലഭിച്ചു? മാമോദീസയുടെ സമയത്ത് ഒരു വിശുദ്ധിയുടെ വസ്ത്രം നമുക്ക് തരുന്നില്ലേ? നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ക്രിസ്തു സ്ഥൈര്യലേപനം സ്ഥാപിച്ചു. സ്ഥൈര്യലേപനത്തിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടുകയാണ്. അമർത്യതയുടെ പഴം വിശുദ്ധരായിരിക്കുമ്പോൾ നാം ഭക്ഷിക്കേണ്ടതിന് അമർത്യതയുടെ പഴം കർത്താവ് നമുക്ക് തന്നു. എപ്പോ? വിശുദ്ധ കുർബാന. അത് അമർത്യതയിൽ അമർത്യതയുടെ ഈ പഴം ഭക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധരായിരിക്കണം. അതിന്റെ കുംഭസാരം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചതിനെ ഒരുമിപ്പിക്കാൻ വേണ്ടി ദൈവം എന്ത് സ്ഥാപിച്ചു? എന്ത് സ്ഥാപിച്ചേ? വിവാഹം സ്ഥാപിച്ചു. ഇതാണ് കുദാശകൻ. ഇത് മനസ്സിലാക്കണം. ഏതൊരു നഷ്ടപ്പെട്ടു പോയ സംഭവങ്ങളെ തിരികെ ക്രിസ്തു സ്ഥാപിച്ച് മനുഷ്യർക്ക് അത് കർത്താവിന്റെ രക്ഷയുടെ യോഗ്യതകൾ മുഴുവൻ കിട്ടണമെന്ന് മനുഷ്യർക്ക് നിർബന്ധമില്ലെങ്കിലും നമുക്കൊന്നും നിർബന്ധമില്ല, അല്ലെ? എല്ലാം കിട്ടണമെന്ന് നിർബന്ധമില്ല. യേശു കുരിശിൽ തൂങ്ങി മരിച്ച് രക്ഷയ്ക്കപ്പെട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടിയ നമുക്ക് തൃപ്തിയായി. നമുക്കത് മതിയെങ്കിൽ കർത്താവിന് അങ്ങനെയല്ല കേട്ടോ. കർത്താവ് കുരിശിൽ രക്തം ചിന്തി നേടിയെടുത്തതായതുകൊണ്ട് കർത്താവിന് വലിയ ആഗ്രഹം അത് മുഴുവൻ തരണമെന്ന്. അതുകൊണ്ടാണ് യേശു മിശിഹ സഭയെ സ്ഥാപിച്ചത്. ഈ സഭയുടെ കുദാശകളെ സ്ഥാപിച്ചത് കർത്താവിന്റെ രക്ഷ അതിന്റെ പൂർണ്ണത നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയാ. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഇത് പള്ളിയും നമ്മളും തമ്മിലുള്ള തർക്കത്തിനുള്ള കാരണമായി മാറാണ്, അല്ലേ? ആണ്ടിലേക്ക് കുമ്പസാരിച്ചോ? ഇല്ലേ? അത് ടിക്ക് ചെയ്യണം, അല്ലെ? കുർബാന വർഷത്തിലൊരിക്കലും കുർബാന സ്വീകരിച്ചോ? പരസ്പരം അച്ഛന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ച് യേശു ക്രിസ്തു ഇത് നമുക്ക് നൽകിയിരിക്കുന്നത് രക്ഷയുടെ പൂർണ്ണത നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയാ. രക്ഷ എന്തെങ്കിലും കിട്ടിയാ പോരുന്നേ. യേശു കുരിശിൽ മരിച്ചു. ഇതാ ഞാൻ ആ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു, എന്റെ രോഗം മാറി, സൗഖ്യമായി. യേശു സ്തുതി. മതിയോ? യേശു ക്രിസ്തു എന്റെ ജീവിതത്തിൽ ഇടപെട്ടു, എനിക്ക് വിദേശയാത്ര കിട്ടി, യേശു സ്തുതി. മതിയോ? അതിന്റെ പൂർണ്ണതയിൽ കിട്ടണം. അതും ഇതും കിട്ടാനല്ല യേശു കുരിശിൽ മരിച്ചത്. ഏതൊന്നോട്ട് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു തരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന എന്താ? പാപം കടന്നു വന്നു, രോഗം കടന്നു വന്നു, മരണം കടന്നു വന്നു, ശാപം കടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം കടന്നു വന്നതിനെ നീക്കാൻ വേണ്ടിയാണ് കുംഭസാരം സ്ഥാപിച്ചത്. കുദാശകളെ പറ്റിയുള്ള ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പാപം കടന്നു വന്നതിനെ നീക്കിക്കളയാൻ കുംഭസാരം സ്ഥാപിച്ചു. രോഗം കടന്നു വന്നതിനെ നീക്കിക്കളയാൻ വേണ്ടി രോഗിലേപനത്തെ സ്ഥാപിച്ചു. മരണം നീക്കിക്കളയാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ശാപങ്ങളെ നീക്കിക്കളയാൻ വേണ്ടി കർത്താവായ യേശു മിശിഹ അനുഗ്രഹമായി തീർന്നു. കുരിശിലേറ്റപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്, കഴിവിലേറ്റപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്, മാർഗ്ഗത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്നുള്ള വചനത്തിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ ശാപങ്ങൾ അവൻ ഏറ്റെടുത്തു. കഴിവേരുടെ മകനെന്ന് നമ്മൾ പലപ്പോഴും ദേഷ്യത്തിന് വിളിക്കാറുണ്ട്, അല്ലേ മക്കളെ? ആരാ കഴിവിലേറിയവൻ? യേശു ക്രിസ്തു. കഴിവേരുടെ മകനെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ മകനെ എന്താ വിളിക്കുന്നത്? ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ. അനുഗ്രഹത്തെ പറ്റി പറയാ. നിങ്ങൾക്കറിയാമോ, സകല മതങ്ങളിലും ഒരു കാര്യമുണ്ട്, പ്രാക്ക്.
കേട്ടിട്ടുണ്ടോ? പ്രാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും മറ്റെല്ലാ മതങ്ങളിലും സംഭവമാണ് പ്രാക്ക്. പ്രാക്കിന് ഭയങ്കര പേടിയാണ്. ഇസ്ലാം മതത്തിൽ പ്രത്യേകിച്ച് ഭയങ്കര ഭയമുള്ള സംഭവമാണ് പ്രാക്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എന്താണ്? ശപിക്കുക. ഒരാൾ നിന്ന് മറ്റേ വ്യക്തിയെ ശപിച്ചുകൊണ്ടിരുന്ന ശാപം അവന്റെ മേൽ ഏൽക്കും എന്നുള്ളൊരു ഭയം. കണ്ണു തെറ്റാന്നൊക്കെ പറയും. ഞാൻ മലപ്പുറത്തൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടെ ആൾക്കാർക്ക് ഭയങ്കര ഭയമാണ്. കണ്ണു തട്ടിയതാകാം സാറേ, കണ്ണു തട്ടിയതാകാം എന്നൊക്കെ പറയുകയും. ഹല്ലേലൂയ. ഇതിന് ഭയ. ക്രിസ്ത്യാനിക്ക് മാത്രം ഇതിൽ ഭയമില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ പള്ളിയിൽ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പ്രാക്കുണ്ടെന്നും ശാപുണ്ടെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് ഭയപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്? ഇല്ലല്ലോ. നമ്മളത് വിടുതല പറയുക. എന്താ കാരണം എന്നറിയാമോ? ശാപത്തിൽ നിന്ന് വിടുതൽ കർത്താവ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റു മതങ്ങളിലൊക്കെ ഉണ്ട് ചൊവ്വാദോഷം, അങ്ങനെ ഇങ്ങനെ, അതിന് ക്രിയ ചെയ്യണം, ആ ക്രിയ ചെയ്യണം എന്നൊക്കെ പറയും. ഇതൊക്കെ ശാപങ്ങളാണ്. അതിന് വിടുതൽ സംഭവിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അബ്രാഹത്തെ ദൈവം വിളിച്ചപ്പോൾ അബ്രാഹത്തിന് അനുഗ്രഹം കൊടുത്തു. എന്താ അനുഗ്രഹം? നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. ഇതാണ് അനുഗ്രഹം. വേറെ ഒന്നും കൊടുത്തില്ല. എന്താ അനുഗ്രഹം? നിന്നെ അനുഗ്രഹിക്കുന്നവര് അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. അതുകൊണ്ട് അബ്രാഹത്തിനെ ആരെങ്കിലും അബ്രാഹം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അബ്രാഹത്തിന് അനുഗ്രഹം കിട്ടും. അബ്രാഹത്തെ ആരും അനുഗ്രഹിച്ചാലും ആ വ്യക്തിക്ക് അനുഗ്രഹം കിട്ടും, അബ്രാഹത്തിന് അനുഗ്രഹം കിട്ടും. ആരെങ്കിലും അബ്രാഹത്തിനൊന്ന് ശപിച്ചാൽ പിന്നെ അവന് തിരിച്ചു കിട്ടും, അബ്രാഹത്തിനൊന്നും പറ്റില്ല. ഇതാണ് ഈ ബ്ലെസ്സിങ്. ഈ ബ്ലെസ്സിങ് നമുക്ക് തന്നിട്ടുണ്ട് കർത്താവ്. ഗലാത്യ ലേഖനത്തിന് 3-ാം അധ്യായത്തിലാണ് ഈ ഒരു സംഭവത്തെ പറ്റി പറയുന്നത്. അബ്രാഹത്തിലൂടെ നൽകപ്പെട്ട ഈ അനുഗ്രഹം ക്രിസ്തു നമുക്ക് തന്നു എന്ന് പറയുകയാണ്. ഞാനത് വചനഭാഗം ഒന്ന് വായിക്കാം. ഗലാത്യ 3-ാം അധ്യായത്തിലെ അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതിയിലെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതമാകുമെന്ന് സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായി അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുന്നു. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവൻ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത വരി ശ്രദ്ധിക്കണേ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയിലേക്കും വ്യാപിക്കേണ്ടതിനാണ്. ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അനുഗ്രഹത്തിന്റെ വഴി അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം യേശുവിന്റെ കുരിശുമരണം വഴി നമുക്ക് ലഭിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യ 3-ാം അധ്യായത്തിലാണ് 13 മുതൽ വചനങ്ങൾ വായിച്ചാലും മതി. 13-14 അനുഗ്രഹം ലഭിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കുക. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഇനി വീണ്ടും നമ്മൾ രക്ഷയുടെ അനുഭവം മനസ്സിലാക്കി. രക്ഷ നമ്മൾ അനുഭവിക്കാൻ എന്ത് വേണം? 2 കാര്യം വേണം. ഒന്ന്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടണം. 2ാമത്തെ കാര്യം ദൈവരാജ്യമാണ്. എന്താ ദൈവരാജ്യം എന്നുള്ളതിലേക്ക് വരാൻ പോവുക. മാനസാന്തരപ്പെട്ടാൽ മാത്രമേ ദൈവരാജ്യത്തേക്ക് വരാൻ പറ്റുകയുള്ളൂ. എന്താ മാനസാന്തരപ്പെടുക? മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ എന്റെ ശരികളായിരുന്നു ശരികൾ, ഞാൻ പറയുന്നതായിരുന്നു ശരികൾ, എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നതാണ് ശരി, എന്റെ തത്വചിന്ത പറയുന്നതാണ് ശരി, എന്റെ ഇസങ്ങൾ പറയുന്നതാണ് ശരി. ഇത് മാറ്റിയിട്ട് മാനസാന്തരപ്പെട്ട്, എന്റെ ശരിയല്ല കർത്താവേ, നിന്റെ ശരിയാണ് ശരി, എന്റെ രാഷ്ട്രീയ പാർട്ടി പറയുന്നതല്ല ശരി, നിന്റെ ശരികളാണ് ശരി, എന്റെ തത്വചിന്തകൾ പറയുന്നതല്ല ശരി, നിന്റെ ശരികളാണ് ശരി,
എന്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചതല്ല ശരി. ദൈവമേ, നിന്റെ ശരി മാത്രമാണ് ശരി. ഇതിനെ പറയുന്ന പേരാണ് മാനസാന്തരം. നമ്മൾ പലപ്പോഴും എന്താ പറയാ, നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടെന്ന് പറയാം, അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പറയാറില്ലേ? നമ്മൾ വീടിന്റെ മുമ്പിൽ ഒരു ബോർഡ് എഴുതിക്കും, യേശു കുടുംബത്തിന്റെ നാഥൻ. പിന്നെ നമ്മൾ പറയും അതൊക്കെ അങ്ങോട്ട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എന്റെ കുടുംബത്തിന്റെ നാഥൻ, ഞാനാണ് കുടുംബനാഥൻ. അല്ലേ? ആണുങ്ങളൊക്കെ വീട്ടിൽ പറയും, ഞാനാണ് ഈ വീട്ടിലെ ആണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു കേൾക്കും എന്നൊക്കെ പറയും. അല്ലേ? ഞാൻ പറയുന്ന ഇവിടെ നടക്കൂ, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ചെലവിന് ഞാനല്ലേ, ഞാൻ പറയുന്നത് പോലെ ഇവിടെ നടക്കണം എന്ന് പറയുമ്പോൾ അവിടുത്തെ രാജാവ് ആരാണ്? ഞാനാണോ യേശുവാണ്? ഞാനാണോ ദൈവമാണ്? അതൊക്കെ അങ്ങോട്ട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവത്തിന്റെ രാജ്യമൊക്കെ പള്ളിയിൽ മതി, എന്റെ വീട്ടിലേക്ക് വരരുതോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് ദൈവരാജ്യം നടക്കാതെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് പലപ്പോഴും ദൈവരാജ്യം നമ്മുടെ വീട്ടിൽ നടക്കാതിന് കാരണം. അപ്പൊ നമ്മളിത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക? ഓരോ കാര്യത്തിനും ഒരു സത്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. യേശു എന്താ പറഞ്ഞത്? ഞാനാണ് വഴിയും സത്യവും ജീവൻ. ഞാൻ സത്യം പറയുന്നതാണോ യേശു പറഞ്ഞത്? അല്ല. യേശു എന്താ പറഞ്ഞത്? ഞാനാണ് സത്യം. യേശു പറഞ്ഞ കാര്യം ഞാനാണ് സത്യം. അപ്പൊ യേശു പറയുന്നതൊക്കെ സത്യമാണ്. യേശുവാണ് സത്യം. ഈ സത്യത്തിന്റെ മുഖത്ത് നോക്കി പീലാത്തോസ് പറയുന്ന കാര്യമുണ്ട്. എന്താണ് സത്യം? സത്യത്തിന്റെ മുഖത്ത് നോക്കി പീലാത്തോസ് എന്താണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഉത്തരം കേൾക്കാൻ വേണ്ടി പീലാത്തോസ് അവിടെ നിൽക്കുന്നുണ്ടോ? എന്താ കാരണം? അവന്റെ മുമ്പിൽ സത്യം ഇങ്ങനെ നിൽക്കുക. എന്താണ് സത്യം എന്ന് ചോദിച്ചത് അവന് ഓർമ്മയുള്ളൂ. അവൻ തിരിച്ചു നടന്ന് കൈ കഴുകി, എനിക്ക് ഈ സ്ഥിതി പങ്കില്ല. കർത്താവാണ് സത്യം. ഇത് മനസ്സിലാക്കണം, കർത്താവാണ് സത്യം. അപ്പൊ യേശു എന്ത് പഠിപ്പിക്കുന്നു അതിനെ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് ട്രൂത്ത്. യേശു എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അതിനെ പറയുന്ന പേരാണ് ധാർമ്മികത. അതിനപ്പുറം ഒരു ധാർമ്മികതയില്ല. ഈ ലോക ചരിത്രത്തില് ഏതൊന്ന് പുറത്തിറങ്ങിയ മനുഷ്യൻ എന്താ ചെയ്യണമെന്നറിയോ? നന്മയും തിന്മയും കണ്ടെന്ന് നടക്കുക. നമ്മളത് മനസ്സിലാക്കണം. എങ്ങനെ നന്മ കണ്ടെത്താം, എങ്ങനെ തിന്മ കണ്ടെത്താം, ചരിത്രത്തിൽ ഉടനീളം അത് കാണാം. ദൈവം മോശയ്ക്ക് കൽപ്പന നൽകിയപ്പോഴും ഇവിടെയൊക്കെ നന്മയത് തിന്മയത് അറിഞ്ഞൂടല്ലോ. ഇതാണ് സത്യം, ഇതാണോ ശരി, ഇതാണോ തെറ്റ്? ഇതെങ്ങനെയാ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തെന്നറിയാമോ? മനുഷ്യൻ അതിനുവേണ്ടി മതങ്ങളെ സൃഷ്ടിക്കുക. മതങ്ങളെ സൃഷ്ടിച്ചിട്ട് ഈ മതങ്ങളിൽ എപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നിന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. എന്താ പറയുന്നു മതങ്ങള്? ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും അവരുടെയൊക്കെ രക്ഷാമാർഗം എന്ന് പറയുന്നത് എന്താ? ഇന്നതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. ഇതാ പറയുന്നത്. കാരണം എന്താ? അവർക്കറിയില്ലെന്ന് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു വിഷയം കടന്നു വന്നാൽ അതിന് യഥാർത്ഥ സത്യം എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിയമം നിർമ്മിക്കാൻ ആരംഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിയമം നിർമ്മിക്കാൻ ആരംഭിച്ചു. ആ നിയമം അനുസരിച്ച് ജീവിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് അവർ വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു നിയമം കടന്നു വരിക, നിയമം. അപ്പൊ യഥാർത്ഥത്തിലുള്ള നിയമം ആരുടെ നിയമമാണ് ശരി? ദൈവത്തിന്റെ നിയമം. ഈ ദൈവത്തിന്റെ നിയമം ഏതാണെന്ന് മനുഷ്യൻ അറിയോ? അറിയില്ല. അപ്പൊ ഇത് ആരും പറഞ്ഞു തരും? ആർക്ക് പറഞ്ഞു തരാൻ കഴിയും? അത് എളുപ്പമല്ലേ? ഉദാഹരണത്തിന് ഒരാള് മറ്റൊരാളുടെ കണ്ണു കുത്തി പൊട്ടിച്ചു. ഒരാള് മറ്റൊരാളുടെ കണ്ണു കുത്തി പൊട്ടിച്ചു. നമ്മൾ അടുത്തേക്ക് വരിക, നീതിക്കായിട്ട് വരിക. അവൻ അവന്റെ കണ്ണു കുത്തി പൊട്ടിച്ചിരിക്കുക. ഇതിലെന്താണ് ശരി? ഇതിന് എന്ത് വിധിയാണ് ഞാൻ പുറപ്പെടുവിക്കേണ്ടത്? എന്റെ അടുത്ത് വന്നിരിക്കുക. അപ്പൊ ഞാൻ എന്ത് പറയണം?
ഞാൻ ദൈവമാണെന്ന് കരുതുക, ഞാൻ എന്ത് പറയണം? ഞാൻ മനുഷ്യനാണെന്ന് കരുതുക, അപ്പൊ എന്താ പറയാ? അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, അവന്റെ കണ്ണ് പോയിരിക്കുകയാണ്, പകരം ഇവന്റെയും കണ്ണ് കുത്തിപ്പൊട്ടിക്കുക, ഈക്വലായി. അത് നീതിയാണോ? നീതിയാണോ? അതാണ് നീതി എന്നാണ് ഒരു കാലത്ത് ജനം വിചാരിച്ചിരുന്നത്. കണ്ണിന് പകരം കണ്ണ്. കാരണം എന്താ? അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരുവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചാൽ അവൻ 10 ആളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ ചെന്ന് അവന്റെ വീട്ടിലുള്ള